കോഴിക്കോട് വിലങ്ങാട് മലയോരത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. വനമേഖലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലും മഴ കനക്കുകയാണ്. കുളിരാമുട്ടി പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ട്. കോടഞ്ചേരി ഊരൂട്ട് റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. താമരശ്ശേരിക്ക് സമീപം പൂനൂർ കട്ടിപ്പാറ റോഡിൽ, പൂനൂരിന് സമീപം കുണ്ടുങ്ങലിൽ വിവാഹ സംഘം സഞ്ചരിച്ച സ്വകാര്യ ബസ് റോഡിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങി. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തെത്തിച്ചു. വിവരങ്ങളുമായി മേഘ മാധവനാണ് ചേരുന്നത്. മേഘ, കോഴിക്കോട് ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. എന്തായാലും ഇപ്പോഴും മഴ തുടരുകയാണ്. ഭീതിയിലാണ് ജനങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? അക്ഷയ്, രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെട്ടത്. ഉച്ചയോടെ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ട് എന്നത് ആശ്വാസം നൽകുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിലവിൽ ക്യാമ്പുകൾ പലയിടങ്ങളിൽ, അതായത് വിലങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. താമരശ്ശേരി ചുരത്തിൽ ഈ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതൊക്കെ തന്നെയും കണക്കിലെടുത്തുകൊണ്ട് വലിയ വാഹനങ്ങൾക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹെവി വാഹനങ്ങൾ, മൾട്ടി ആക്സിൽ ലോറികൾ, ട്രെയിലറുകൾ എന്നിവയ്ക്കാണ് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യ വാഹനങ്ങൾ, അതിനൊപ്പം പൊതുഗതാഗതം എന്നിവ മാത്രമേ ചുരം വഴി കടത്തിയിടുകയുള്ളൂ. അത് കൃത്യമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നതാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മഴയ്ക്ക് ശമനം ഉണ്ട് എന്നത് ആശ്വാസം നൽകുമ്പോഴും പലയിടങ്ങളിലായി വെള്ളക്കെട്ട് രൂപപ്പെട്ടൊരു സാഹചര്യം കൂടിയുണ്ട്. താമരശ്ശേരിക്ക് സമീപം പൂനൂർ കട്ടിപ്പാറ റോഡിലാണ് വിവാഹ സംഘം സഞ്ചരിച്ച സ്വകാര്യ ബസ് റോഡിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയത്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി യാത്രക്കാരെ സുരക്ഷിതമായി പുറത്ത് എത്തിക്കുകയും ചെയ്തു. നരിക്കുനിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഈ ആളുകളെ പുറത്തെടുത്തത്. നിലവിൽ കയർ ഉപയോഗിച്ച് ബസ് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്തായാലും പൂനൂർ പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ വിലങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. 36 കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്. അതിൽ 10 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ വിലങ്ങാട് പാരിഷ് ഹാളിലെ ക്യാമ്പിലേക്കും നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ശരി, മേഘ മാധവനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.